കർത്താവ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും മണിയുടെ സനീഷിന്റെ ലീഡർഷിപ്പിൽ 4 തൊട്ട് 6 സഹോദരന്മാര് വീട് തോറും പോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. മണിയിലുള്ള വർക്ക് വളരെയേറെ നാൾ മുൻപ് തുടങ്ങിയതാണ്. കോവിഡിന്റെ സമയത്ത് നിന്നു. ഇപ്പൊ പിന്നെ അത് സക്രിയമായിട്ട് അത് നടക്കുന്നു. ദൈവജനം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി ആളുകൾ കേട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ വേർപെടാൻ അവർക്ക് മനസ്സില്ല. എല്ലാ വ്യാഴാഴ്ച എറണാകുളത്ത് ഇവിടെ ഈ ടൗണിൽ അതേ പ്രവർത്തനമുണ്ട്. അത് 6 തൊട്ട് 8 സഹോദരന്മാരുണ്ടാകും. മണിയുടെ പോലെ ഇവിടെയും ഈ 2 പേരുടെ ടീമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. എറണാകുളത്ത് സാധാരണ ആരും വീട്ടിൽ കയറ്റി ഇരുത്താറില്ല. സമയമില്ലെന്നും പറഞ്ഞ് അവരങ്ങ് മുന്നോട്ട് പാസ് ചെയ്യുകയുള്ളൂ. എന്നാൽ എല്ലാ വീടുകളിലും ഞങ്ങൾ ഓരോ പാക്കറ്റ് എത്തിക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 2 ബുക്സ്, ഒരു ഗോസ്പൽ, 2 3 ട്രാക്സ് ഉണ്ടാകും. അതിൽ കൂടെ ദൈവാത്മാ അവരുടെ മനസ്സുകളിൽ പ്രവർത്തിക്കണമെന്ന് ദൈവജനം പ്രാർത്ഥിക്കണം. സനീഷിന്റെ ആ പ്രവർത്തനം സനീഷിന്റെ വീട് കേന്ദ്രീകരിച്ചാണ്. രാവിലെ വന്ന് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് പ്രവർത്തനത്തിന് പോയിട്ട് തിരിച്ചു വന്ന് സനീഷിന്റെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ എറണാകുളത്തുള്ള പ്രവർത്തനം ഞങ്ങളുടെ വീട് കേന്ദ്രീകരിച്ചാണ്. രാവിലെ എല്ലാവരും വന്നൊരു ചായ കുടിച്ച് പ്രവർത്തനത്തിന് പോയി ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. ഈ പ്രവർത്തനത്തെ ദൈവജനം പ്രത്യേകം ഓർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ എത്തിയായിരുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വരെ. 3:15 നാം വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിനുറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടി കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, ആ കൾച്ചറിൽ ഉള്ള ഒരു കാര്യമാണ് ദൈവാത്മാവ് ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിൽ അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. എസ്തറിന്റെ പുസ്തകത്തിലും ദാനിയലിന്റെ പുസ്തകത്തിലും നാം കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു കാര്യം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ സാധിക്കത്തില്ല, ദുർബലമാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത്. അത് ദൈവാത്മാവ് ഒരു ഉദാഹരണമായിട്ട് ഓർപ്പിച്ച് ഇവിടെ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞ് ന്യായപ്രമാണം വന്നപ്പം ന്യായപ്രമാണം വാഗ്ദത്തത്തെ ഇല്ലാതെയാക്കുന്നില്ലെന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചായിരുന്നു, ഇന്ന് വിശ്വാസത്താലാണ് നീതീകരണം, അല്ലെ ഇന്നും വിശ്വാസത്താലാണ് നീതീകരണം എന്ന് പറയുമ്പോൾ ചിലര് ഓബ്ജക്ഷൻ പറഞ്ഞു തന്നിരിക്കും. ന്യായപ്രമാണം വന്നു കഴിഞ്ഞ് കാര്യങ്ങൾ മാറിയല്ലോ, അബ്രഹാമിന്റെ സമയത്തായിരുന്നല്ലോ വിശ്വാസത്താലെയുള്ള നീതീകരണം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മ ഓർപ്പിക്കുന്ന അന്ന് വിശ്വാസത്താലെ നീതീകരണമായിരുന്നു, ഇന്നും നീതീകരണം വിശ്വാസത്താൽ മാത്രമാണ്. ഗലാത്യലേഖനം 3-ന്റെ 16-ഉം 17-ഉം നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ദൈവവചനത്തിലെ ഏത് ഭാഗം പഠിപ്പിച്ചാലും ഓബ്ജക്ഷൻ പറയാൻ കുറച്ചു പേരുണ്ടാകും. ഏത് ഭാഗം യോഹന്നാൻ 3-ന്റെ 16 എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒബ്ജക്ഷൻ പറയാൻ ആളുകൾ ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ദൈവം തന്റെ വചനം പഠിപ്പിക്കാൻ വിളിച്ച ആളുകൾ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയും അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുഷിയുകയോ ഇറിറ്റേറ്റ് ആകുകയോ ചെയ്യുന്നതിന് പകരം ദൈവവചനത്തിലുള്ള അതേ മാതൃക പ്രാക്ടീസ് ചെയ്യുക. ദൈവവചനത്തിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞു, ആ വ്യക്തിക്ക് വചനത്തിൽ അധിഷ്ഠിതമായ ഒരു മറുപടി കൊടുക്കുക. അതാണ് ഇവിടെ ദൈവാത്മാവ് ചെയ്യുന്നത്. കാരണം നീതീകരണം വിശ്വാസത്താലെ മാത്രമേ ഉള്ളൂ എന്ന് ഗലാത്യ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ ചോദിച്ചെന്നിരിക്കും, അത് അബ്രഹാമിനെ ഉദാഹരണമായിട്ടാണല്ലോ, അബ്രഹാം കഴിഞ്ഞാന്നല്ലേ ന്യായപ്രമാണം വന്ന, അപ്പൊ ന്യായപ്രമാണം കർമ്മത്തിൽ കൂടെ നീതീകരണത്തെ അല്ലേ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. അത് തന്നെ ദൈവാത്മാവ് 16-ഉം 17-ഉം വാക്യങ്ങളിൽ മുന്നോട്ട് പറയുന്നുണ്ട്. എന്നാൽ അബ്രഹാമിന് അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ദൈവവചനത്തെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, അതിന്റെ വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ലെന്ന്. വള്ളിയും പുള്ളിയും മാറിപ്പോകാത്തതിന്റെ കാരണം വള്ളിക്കും പുള്ളിക്കും ഉണ്ട് അതിൻ്റെതായ അർത്ഥം.
അപ്പോൾ ഒരു വാക്ക് അത് ഏകവചനത്തിലാണോ ബഹുവചനത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്ന അതിനുമുണ്ട് അർത്ഥം. അത് ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുവാണ്. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പം അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തം ന്യായപ്രമാണം വന്ന് മാറ്റിക്കളയുന്നില്ല. നേരെ മറിച്ച് ആ അനുഗ്രഹം ക്രിസ്തുവിൽ കൂടെ ലോകത്തിൽ എല്ലാവർക്കും എത്തുമെന്നാണ് ദൈവാത്മാവ് അബ്രഹാമിനോട് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഇവിടെ ക്ലിയർ ആക്കുന്നു. 17-ാം വാക്യം, ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുൻപ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരു ഓബ്ജെക്ഷൻ പറഞ്ഞാൽ അവർക്ക് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ മറുപടി നൽകണം എന്നാണ് ഇവിടെ ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന മാതൃക. ദൈവാത്മാവ് തന്നെ അത് ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. രക്ഷയെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം ആദ്യമൊട്ടെ മനുഷ്യർക്ക് നൽകിയിരുന്നു. ഹാനോക്ക് പ്രവചിച്ച പ്രവചനത്തിന്റെ 1-2 വാക്യങ്ങൾ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹാനോക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഹാനോക്കിന്റെ 100 കണക്കിന് പ്രസംഗങ്ങൾ യഹൂദന്മാര് വാമൊഴിയായിട്ട് മുന്നോട്ട് പാസ് ഓൺ ചെയ്തായിരുന്നു. അത് 400 BC-യിൽ അതിൽ ചിലതൊക്കെ എഴുതപ്പെട്ടു. അപ്പൊ അങ്ങനെ ഈ ആദാമിനെ സൃഷ്ടിച്ച കാലം തൊട്ട് ദൈവം തന്റെ വെളിപ്പാട് നൽകിയെങ്കിലും അബ്രഹാമിന്റെ സമയം വന്നപ്പോഴാണ് രക്ഷയുടെ സന്ദേശം കുറച്ചുകൂടെ വ്യക്തമായത്. വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കാക്കപ്പെട്ടു. അവിടെ കർത്താവ് വേറെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അങ്ങനെ വെളിപ്പെടുത്തിയതിലാണ് അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നുള്ളത്. ആ സന്തതി എന്നുള്ളത് പുതിയ നിയമം അതിന്റെ കറക്റ്റ് വ്യാഖ്യാനം നൽകുന്ന അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. സോ യേശുക്രിസ്തുവിൽ കൂടെ ഉള്ള രക്ഷയെക്കുറിച്ചാണ് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ മനുഷ്യനിർമ്മിതമായ ചടങ്ങുകളോ ദൈവദത്തമായ ചടങ്ങുകളിൽ കൂടെയല്ല, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെയാണ് എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് ന്യായപ്രമാണം വ്യർത്ഥമാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ആ കൊടുത്ത പ്രോമിസ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് ക്രൂശിൽ തന്റെ യാഗം അർപ്പിച്ചതോടെയാണ് ആ പ്രോമിസ് നിറവേറിയത്. അങ്ങനെ അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് കർത്താവായ യേശുക്രിസ്തുവിൽ പൂർത്തിയായതുകൊണ്ട് മനുഷ്യർ പഴയ നിയമത്തിന്റെ പേര് ചൊല്ലിയോ പുതിയ നിയമത്തിൽ മറ്റ് ചില റിക്വയർമെന്റ്സ്, മനുഷ്യനിർമ്മിത റിക്വയർമെന്റ്സ് ചൊല്ലിയോ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കരുത് എന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിക്കട്ടെ, വേർപെട്ട വിശ്വാസികളോട് പെന്തിക്കോസ്തുകാര്, മാർത്തോമക്കാര്, യാക്കോബക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ രക്ഷയുടെ ഭദ്രത പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവരുടെ ജീവിതത്തിൽ വളരെ ശിഥിലമായിട്ട് ജീവിക്കുന്നത്. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാനും പാടില്ല, വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റാനും പാടില്ല. അങ്ങനെ എടുത്തു മാറ്റി രക്ഷയുടെ ഭദ്രതയെ ഒളിച്ചു വെക്കുന്ന ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷയുടെ ഭദ്രത പഠിപ്പിച്ച് വിശ്വാസികളെ ശിഥിലമാക്കുക എന്ന് പറഞ്ഞു വേർപാടുകാരൻ. ആ വേർപാടുകാരുടെ മധ്യേ ഉള്ളതിനേക്കാൾ അധികം വിശുദ്ധിയൊന്നും രക്ഷയുടെ ഭദ്രത ഒളിച്ചു വെച്ചിരിക്കുന്ന ഗ്രൂപ്പ്സിൽ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നേരെ മറിച്ച് രക്ഷയുടെ ഭദ്രത ഒളിച്ചു വെച്ചിരിക്കുന്ന ഗ്രൂപ്പ്സിലാണ് ആത്മീക ജീവിതത്തിൽ വേർപാട് സമൂഹത്തിൽ കാണുന്നതിനേക്കാൾ അധികം ശിഥിലത നാം കാണുന്നത്. നമ്മൾ വളരെ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ക്രിസ്തീയ സമൂഹത്തിൽ കാണപ്പെടുന്ന പല കാര്യങ്ങൾ നമുക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിൻ്റെ പരിഹാരം മനുഷ്യബുദ്ധിയും കൊണ്ട് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയല്ല. അതിൻ്റെ പരിഹാരം ദൈവാത്മാവ് ഇങ്ങനെയുള്ള വിശ്വാസികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഒരു മാനസാന്തരം സംഭവിക്കുകയും ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ മനുഷ്യ നിർമ്മിത ആ യുദ്ധതന്ത്രങ്ങളിൽ കൂടെയല്ല ആത്മീക ജീവിതത്തെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മധ്യേയുള്ള സമർപ്പണത്തെ വീണ്ടെടുക്കേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി 22:18
അത് നമ്മളിപ്പോ കണ്ട ഉദ്ധരണിയാണ്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. എന്നാൽ ഒന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഉൽപ്പത്തി 22:18, റോമാലേഖനം 4:13, റോമർ 4:13, അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ലോകത്തിന്റെ അവകാശിയാകും എന്നുള്ള വാഗ്ദത്തം ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാൽ അത്രേ ലഭിച്ചത്. ഇത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അബ്രഹാമിന് നീതീകരണം ലഭിച്ചു, ന്യായപ്രമാണത്താലല്ലായിരുന്നു, വിശ്വാസത്താലെയാണ്. അത് കഴിഞ്ഞാണ് ന്യായപ്രമാണം വന്നത്. ആ ന്യായപ്രമാണം അബ്രഹാമിനോട് ദൈവം ചെയ്ത പ്രോമിസ് അതിനെ ദുർബലപ്പെടുത്തുന്നില്ല, മാറ്റിവെക്കുന്നില്ല. എബ്രായർ 6:13-14 വാക്യങ്ങൾ, എബ്രായർ 6:13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ദൈവം അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ മറ്റാരും ഇല്ലായ്കയാൽ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്നെ ബഹുമായി വർദ്ധിക്കും എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്, അബ്രഹാം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചതിന്റെ കാരണം കൊണ്ട് നീതീകരണം മാത്രമല്ല അബ്രഹാമിന് ലഭിച്ചത്, മറ്റ് പല അനുഗ്രഹങ്ങളും ലഭിച്ചു, ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഇത് ദൈവവചനത്തെ നമ്മളിപ്പം വായിച്ചു വന്ന ദൈവവചനത്തുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം പുതിയ നിയമത്തിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ കൂടെ നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ കൾച്ചറിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലത്തിനനുസരിച്ച് നമ്മൾ ദൈവവചനത്തിന്റെ കൂടെ ഒരു രീതിയിലുമുള്ള ചടങ്ങുകൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കുവാണെങ്കിൽ നമ്മൾ ദൈവവചനത്തെ കറപ്റ്റ് ആക്കുകയാണ്. ലൂക്കോസ് 1:54-55 കൂടെ ഒന്ന് നോട്ട് ചെയ്താൽ, നമ്മൾ വായിക്കുന്നില്ല, നിങ്ങളുടെ ഡയറിക്ക് വേണ്ടിയാണ്. ലൂക്കോസ് 1:54-55. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 3:25, അപ്പോസ്തല പ്രവൃത്തി 3:25, നിങ്ങൾ പ്രവാചകന്മാരുടെയും ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും മക്കളാകുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. ഇത് പിന്നെ ഓർപ്പിക്കുന്നത്, നാം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് വിശ്വാസത്താലെയാണ്, ന്യായപ്രമാണത്താലല്ല, മനുഷ്യനിർമ്മിത ചടങ്ങുകളിൽ കൂടെയല്ല. അടുത്തതായിട്ട് ഗലാത്യ ലേഖനം 3:18. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഗലാത്യ ലേഖനം 3:15-15 വരെ ഉള്ള വാക്യങ്ങൾ ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ ദൈവജനത്തിന്റെ മധ്യേ കടന്നു വരാൻ സാധ്യത ഉള്ള ഒരു ആർഗ്യുമെന്റിന്റെ മറുപടി ദൈവാത്മാവ് പറയുന്നു. ഗലാത്യരിൽ ചിലർ ഈ ആർഗ്യുമെന്റ് ചിലപ്പോൾ പറഞ്ഞു കാണും. ഞാൻ ഓർപ്പിച്ചതുപോലെ ആർഗ്യുമെന്റ് ഇതാണ്: അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ഫൈൻ. അത് കഴിഞ്ഞല്ലേ ന്യായപ്രമാണം വന്ന്. അതുകൊണ്ട് ഇനി നീതീകരിക്കപ്പെടണമെങ്കിൽ ന്യായപ്രമാണം കൂടെ ആചരിച്ചേ പറ്റൂ, പ്രത്യേകിച്ച് പരിച്ഛേദന ഏറ്റേ മതിയാകൂ. അതിന്റെ മറുപടിയാണ് 15-18 വാക്യങ്ങൾ. 15-18 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് അങ്ങനെയല്ല. അനുഗ്രഹം ന്യായപ്രമാണത്താലല്ല. കർത്താവ് അബ്രഹാമിന് കൊടുത്ത പ്രോമിസ്, ന്യായപ്രമാണം അതിനെ ദുർബലമാക്കുന്നില്ല. ന്യായപ്രമാണ യുഗത്തിലും നീതീകരണം വിശ്വാസത്തിൽ കൂടെയായിരുന്നു. സഭായുഗം വന്നതോടെ ന്യായപ്രമാണ യുഗം കഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയതോടെ ഈ യുഗത്തിൽ ന്യായപ്രമാണത്തിന് യാതൊരു സ്ഥാനവും ഇല്ല. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ന്യായപ്രമാണത്തിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗം നൈതിക ധാർമ്മിക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് എല്ലാ യുഗങ്ങളിലും ആപ്ലിക്കബിൾ ആണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇത് എല്ലാ യുഗത്തിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. അത് ന്യായപ്രമാണത്തിന്റെ 1-ാം ഭാഗമാണ്. ന്യായപ്രമാണത്തിന്റെ 2-ാം ഭാഗമാണ് യാഗങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചടങ്ങുകൾ, ആത്മീക ചടങ്ങുകൾ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതോടെ ആ ചടങ്ങുകൾ മാറ്റപ്പെട്ടു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് പെന്തിക്കോസ്ത് നാൾ വന്ന് കൃപായുഗം തുടങ്ങിയതോടെ. ന്യായപ്രമാണത്തിന്റെ 3-ാം ഭാഗം യഹൂദന്മാരുടെ സാമൂഹിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് യഹൂദന്മാരല്ലാത്തവർക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇവിടെ ദൈവവചനം പിന്നെയും ഓർപ്പിക്കുന്നത്, അബ്രഹാമിന് ദൈവം വിശ്വാസത്താലെ നീതീകരണം എന്ന് പറഞ്ഞു. ആ അബ്രഹാമിൽ കൂടെ മറ്റ് ലോകത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് പെടുമെന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് ന്യായപ്രമാണം വന്നതോടെ അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് ദുർബലമാക്കുന്നില്ല, മാറ്റപ്പെടുന്നില്ല. ആൻഡ് ആ ന്യായപ്രമാണ യുഗം മാറ്റപ്പെട്ട് കൃപായുഗം തുടങ്ങിയതോടെ ഇനിയും ന്യായപ്രമാണ യുഗത്തിലുള്ള ചടങ്ങുകൾ പോലും മാറ്റപ്പെട്ടു. ഒന്നാമത്, നീതീകരണം അതിൽ കൂടെ അല്ല ലഭിച്ചിരുന്നത്. രണ്ട്, നീതീകരണം അതിൽ കൂടെ അല്ല ലഭിച്ചിരുന്നത്, അതിന് അതിൻ്റെതായ പർപ്പസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഈ കൃപായുഗത്തിൽ ആ പർപ്പസ് പോലും മാറ്റപ്പെട്ടു. ഇന്ന് യഹൂദനെന്നില്ല, യവനെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഈ കാര്യം ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഈ യുഗത്തിൽ ദൈവം നമുക്കൊരു അവകാശം തന്നിരിക്കുകയാണ്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അവകാശം ന്യായപ്രമാണത്താലെങ്കിൽ വാഗ്ദത്തത്താലല്ല. അപ്പൊ നമുക്ക് എന്താണ് ഈ അവകാശം തന്നിരിക്കുന്നത്? ന്യായപ്രമാണത്താലല്ല എന്നുള്ളത് എന്താ അവകാശം തന്നിരിക്കുന്നത്? അത് പുതിയ നിയമം പലയിടത്ത് വ്യക്തമാക്കുന്നുണ്ട്. അതില് ഏറ്റവും നമുക്ക് പരിചയമുള്ള ഒരു ഭാഗം എടുക്കട്ടെ. യോഹന്നാൻ 1:12. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, അല്ലെങ്കിൽ അവകാശം കൊടുത്തു. അപ്പം വിശ്വാസത്തിൽ കൂടെയുള്ള അവകാശം ക്രിസ്തു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അബ്രഹാം വിശ്വാസത്താൽ ലഭിച്ചു. ന്യായപ്രമാണം വന്നു കഴിഞ്ഞും യഹൂദന്മാർ വിശ്വാസത്താൽ ലഭിച്ചു. കൃപായുഗത്തിൽ എല്ലാവരും അത് വിശ്വാസത്താൽ തന്നെ പ്രാപിക്കുന്നു. ന്യായപ്രമാണ യുഗത്തിൽ യഹൂദന്മാർ വിശ്വാസത്താൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ വിജാതിയർ വിശ്വാസത്താൽ അല്ല എന്നർത്ഥമില്ല. ന്യായപ്രമാണ യുഗത്തിൽ ന്യായപ്രമാണം ഉണ്ടായിട്ട് പോലും അവർ നീതീകരണം പ്രാപിച്ച വിശ്വാസത്താൽ ആണ് എന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവജനത്തിന്റെ മധ്യേ എല്ലാ യുഗത്തിലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ കാണപ്പെടുന്നു. കഴിഞ്ഞ 2000 വർഷത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ 100-125 വർഷത്തിൽ ഒരു നവീകരണം സംഭവിക്കാറുണ്ട്. അങ്ങനെ നവീകരണം സംഭവിച്ച ആദ്യത്തെ ചില വർഷങ്ങൾ വളരെ ഭയഭക്തിയോടെ ദൈവജനം അവരെ തന്നെ നിയന്ത്രിക്കുന്നു. എന്നാൽ അധികം താമസിക്കാതെ ദൈവവചനത്തിൽ നിന്നുള്ള ഒരു മാറ്റം, ഒരു വീഴ്ച നമുക്ക്, അല്ലെ ഒരു പതനം, ഒരു ശിഥിലീകരണം കാണാൻ സാധിക്കും. അങ്ങനെ ശിഥിലീകരണം വരുമ്പോൾ മനുഷ്യനിർമ്മിത നിയമങ്ങൾ, മനുഷ്യനിർമ്മിത ചടങ്ങുകൾ അടിച്ച് ഏൽപ്പിക്കരുത്. വേർപാട് പ്രസ്ഥാനം ഇന്ത്യയിലുള്ള വേർപാട് പ്രസ്ഥാനമല്ല, ഞാൻ ഓർപ്പിക്കട്ടെ, അത് ബ്രിട്ടീഷ് വേർപാട് പ്രസ്ഥാനമായിട്ട് ബന്ധമൊന്നുമില്ല. ബ്രിട്ടീഷ് വേർപാട് പ്രസ്ഥാനം ഏകദേശം 175 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയപ്പം അധികം താമസിക്കാതെ അവരുടെ മധ്യേ വന്ന ആ വിശ്വാസത്തിലുള്ള ശിഥിലീകരണത്തിന്റെ കാരണം കൊണ്ട് ചിലർ നിയമങ്ങൾ ഉണ്ടാക്കി എവൻച്വലി അവരൊരു കൾട്ടായിട്ട് മാറി. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രദറൻ എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവ്സ് ലോകമെമ്പാടും ഒരു കൾട്ടാണ്. അവർ ദൈവം വെച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വേർപാട് പ്രസ്ഥാനം, ഞാനത് പറയാൻ കാരണം അറ്റ്ലീസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള വേർപാട് പ്രസ്ഥാനവും മനുഷ്യനിർമ്മിത ചടങ്ങുകളുടെ ദൂഷ്യഫലം വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇവർ വേർപാടിൽ നിന്ന് വന്നവരാണ്. എന്നാൽ വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്കുള്ള ആത്മീയ ജീവിതത്തിലെ ശിഥിലത കണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി. ഇന്ന് എക്സ്ക്ലൂസീവ് ബ്രദറിനിലുള്ള ആളുകൾക്ക് അവരുടെ എക്സ്ക്ലൂസീവിന്റെ പുറത്തുള്ള വിശ്വാസികളാണെങ്കിൽ പോലും അവരുമായിട്ട് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല. കേരള വിശ്വാസികൾ അതുകൊണ്ട് നമ്മുടെ മധ്യേ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. പാടില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അത് മനുഷ്യ നിർമ്മിത ചടങ്ങുകൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത നിയമങ്ങളും കൊണ്ട് അത് പരിഹരിക്കാം എന്ന് ചിന്തിച്ച് പോകരുത്. ഈ 18-ാം വാക്യത്തിൽ നാം വായിച്ച ആശയം മറ്റ് ദൈവവചനത്തിൽ മറ്റു പലയിടത്ത് കാണാൻ സാധിക്കും. ഒന്ന് റോമർ 4:13 നമ്മൾ വായിക്കുന്നില്ല, പിന്നെ അബ്രഹാമിനെ കുറിച്ചാണ്. റോമർ 4:13. മറ്റൊന്ന് ഗലാത്യർ 3:29. ഇത് ഓർപ്പിക്കുന്നത്, ഇത് നമ്മൾ ഇനി അവിടെ എത്തിയിട്ടില്ല ഇതുവരെയും, എന്നാൽ ഈ വാക്യം ഓർപ്പിക്കുന്നത്, ഗലാത്യർ 3:29 ഓർപ്പിക്കുന്നത്
നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളാകുന്നു. ഗലാത്തിയയിലുള്ള വിശ്വാസികള് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് പല രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ഇത് സത്യസുവിശേഷമാണെന്നും ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ചവർ രക്ഷ പ്രാപിച്ചെന്നും പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചു എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഗലാത്തിയയിലുള്ള വിശ്വാസികൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അവർ ക്രിസ്തുവിനുള്ളവരാണെന്ന്. ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ, അവർക്കറിയാം അവർ ക്രിസ്തുവിനുള്ളവരാണെന്ന്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ അബ്രാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളാകുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിലേക്ക് പരിച്ഛേദനയിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. ഇതേ ആശയം നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. എഫേസ്യ ലേഖനം 1-13-14 നാം വായിക്കുന്നത്, നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷമാകുന്ന സത്യവചനം കേട്ട് വിശ്വസിച്ചിട്ട് അവനിൽ നിങ്ങളും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. അവൻ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി നമ്മുടെ വീണ്ടെടുപ്പ് വരെ ഇരിക്കുന്നു. ഈ വാക്യം ഗലാത്യയിൽ നാം കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത് സത്യവചനം കേട്ട് വിശ്വസിച്ചപ്പോൾ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. മുദ്ര എന്തെന്നുള്ളത് എല്ലാ കൾച്ചറിലും അറിയപ്പെട്ട ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ തന്നെ ഏറ്റവും ആദ്യമേ ഉത്പത്തിയിൽ തന്നെ നമ്മൾ മുദ്രയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എക്സാക്ട്ലി മുദ്ര എന്നുള്ള വാക്കല്ലെന്ന് തോന്നുന്നു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷില് സീൽ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുരാവസ്തു ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകൾ അബ്രഹാമിന്റെ സമയത്തും അതിനു മുൻപുള്ള കാലത്തുള്ള സീൽസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് തൊട്ട് മനുഷ്യരുടെ മധ്യേ ഈ സീൽ ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയെ കാണിക്കുന്നു. അത് ഡെവലപ്പ് ചെയ്ത് വന്ന് എസ്തറിന്റെ പുസ്തകത്തിൽ മുദ്ര കുത്തുന്നതിനെ കുറിച്ച് വായിക്കുന്നു. ദാനിയലിന്റെ പുസ്തകത്തിൽ മുദ്ര കുത്തുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. പുതിയ നിയമത്തിൽ വന്നു കഴിയുമ്പോൾ മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ കുടുംബത്തിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടി ആ കുടുംബത്തിലുള്ളവർ ധരിച്ചിരുന്ന മോതിര ഇടിയിപ്പിക്കാൻ പറഞ്ഞു. ഈ മോതിരം ഒരു മുദ്രയായിരുന്നു. അത് കുത്തിയായിരുന്നു അവരുടെ ഓണർഷിപ്പ് കാണിക്കുന്നത്. ഇന്ന് 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് നമ്മളിൽ എത്രയോ ആളുകൾ എഴുത്തയക്കുമ്പോൾ അതിൽ നമ്മുടെ സീല് കുത്തും. അത് നമ്മൾ അയച്ചതാണ്, ഞാൻ ആ എഴുത്തിന്റെ ഓണർ എന്ന് കാണിക്കുന്നു. ഏറ്റവും അധികം നമ്മളൊക്കെ ബുക്സേല് സീല് കുത്താറുണ്ട്. ആ ബുക്ക് നമ്മുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടി സീല് കുത്താറുണ്ട്. സോ ആദ്യകാലം തൊട്ട് തന്നെ അബ്രഹാമിന് മുൻപുള്ള കാലം തൊട്ടേ സീൽ ഓണർഷിപ്പിനെ കാണിക്കുന്നു. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൽ കൂടെ ദൈവം നിങ്ങളുടെ ഓണറാണെന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടത്. ഇത് ബേസിക്കലി ന്യായപ്രമാണം വന്നതോടെ അബ്രഹാം കഴിഞ്ഞ് ന്യായപ്രമാണം വന്നതോടെ അബ്രഹാമിനോട് പറഞ്ഞത് അതില്ലാതാകുന്നില്ലെന്നും ഈ പുതിയ നിയമയുഗത്തിലുള്ള വിശ്വാസികൾ ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി പോകണ്ട എന്നുള്ളതിനെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് എഫേസ്യ ലേഖനത്തിലും ദൈവാത്മാവ് ഇത് ഓർപ്പിക്കുന്നത്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ പരിശുദ്ധാത്മാവിനല്ല, വിശ്വസിച്ചിട്ട്. അപ്പം വിശ്വാസത്താൽ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. അവൻ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായി നമ്മുടെ വീണ്ടെടുപ്പ് വരെ ഇരിക്കുന്നു. അച്ചാരം എന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, അഡ്വാൻസ്. ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിന് മുൻപ്, ഒരു വലിയ മെഷീൻ വാങ്ങിക്കുന്നതിന് മുൻപ്, വലിയ പർച്ചേസസിലൊക്കെ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ആ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ കൂടെ മുദ്രയിടപ്പെട്ടു, വിശ്വാസത്തിൽ കൂടെ അച്ചാരവും ലഭിച്ചു. അങ്ങനെ ലഭിച്ചിട്ടുള്ള വിശ്വാസികൾ ന്യായപ്രമാണത്തിലേക്ക് അവരുടെ നീതീകരണത്തിന് വേണ്ടി തിരിഞ്ഞ് നോക്കരുത് എന്ന് എഫേസ്യ ലേഖനവും നമ്മളെ ഓർപ്പിക്കുന്നു. റോമാലേഖനം 8:17 ഇതിന്റെ മറ്റൊരു വശം വ്യക്തമാക്കുന്നുണ്ട്. റോമാലേഖനം 8:17 നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു. ആക്ച്വലി ഇത് ഒരേ വിഷയത്തിന്റെ പല വശങ്ങളെ കാണിക്കുന്നു. കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ദൈവമക്കളാണെന്നുള്ള കോൺഫിഡൻസ് ധാരാളം ആളുകളുടെ ഹൃദയങ്ങളിൽ വരാറുണ്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ വളരെ ചെറുപ്രായത്തിൽ 6-ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച കൂട്ടത്തിലാണ്. അങ്ങനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച സമയത്ത് തന്നെ ഞാൻ ദൈവ പൈതലാണ് എന്ന് ഒരു കോൺഫിഡൻസ് എന്റെ മനസ്സിൽ വന്നു. രക്ഷയെക്കുറിച്ച് പിന്നെ സംശയം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ ആരെങ്കിലും അത് ഞാൻ
ഇത് കഴിഞ്ഞ് പറയാം. അപ്പൊ അങ്ങനെ 6-ാം വയസ്സ് തൊട്ട് ഞാൻ ദൈവമകനാണ് എന്നൊരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 6-ാം വയസ്സെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു കാര്യം പറയട്ടെ. ചെറുപ്രായത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ചിലർ പ്രായമായി കഴിയുമ്പോൾ അന്ന് ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത് ശരിയായിട്ടായിരുന്നോ എന്നൊരു സംശയം വരാറുണ്ട്. അങ്ങനെ സംശയമുള്ള ഏതെങ്കിലും വിശ്വാസി ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സംശയം മാറ്റുവാൻ വേണ്ടി, കർത്താവെ, അന്ന് അടിയൻ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, ഇന്ന് പ്രായമായി കഴിഞ്ഞപ്പോൾ അടിയൻ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് ഇന്ന് അടിയൻ ഒരു പ്രാവശ്യം കൂടി അങ്ങേ രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവരവരുടെ രക്ഷ ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും. അത് ഞാനിപ്പോ പെട്ടെന്ന് എടുത്തു പറയാൻ കാരണം, ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട പലർക്ക് ഒരു പ്രായം കഴിയുമ്പം അവരുടെ രക്ഷയെക്കുറിച്ച് സംശയം ഉണ്ടാകാറുണ്ട്. ആ സംശയം ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ അഭ്യാസം കാണിക്കാറുണ്ട്. ഒടുവിൽ ചോദിച്ച ആളിന് മറുപടി കിട്ടത്തില്ല. മറുപടി വളരെ സിമ്പിളാണ്. കർത്താവിനെ ഒരു വ്യക്തിക്ക് രക്ഷിതാവായിട്ട് ഒന്നിലധികം പ്രാവശ്യം സ്വീകരിക്കാം. അതിലൊരു തെറ്റുമില്ല. ഒന്നിലധികം പ്രാവശ്യം രക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അത് ശരിയായിട്ടായിരുന്നു എന്ന് സംശയമുള്ളത് കൊണ്ട് അത് ഒരു പ്രാവശ്യം കൂടെ, അന്ന് പറഞ്ഞതിനെ ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിക്കുക മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉറപ്പ് വരുത്തണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രക്ഷയ്ക്ക് ഉറപ്പ് വരുത്തണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെടണം എന്നല്ല ഞാൻ പറഞ്ഞത്, രക്ഷയ്ക്ക് ഉറപ്പ് വരുത്തണം. റോമർ 8:17 നാം മക്കളെങ്കിലോ അവകാശികളോ ആവുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ താന് ദൈവ പൈതലാണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് തൻ്റെ മനസ്സിൽ വരും. ഒരു നല്ല ശതമാനം ആളുകളുടെ മനസ്സിൽ വരും. പിന്നെ എല്ലാവരും രക്ഷയോട് ഒരേ രീതിയിലല്ല പ്രതികരിക്കുന്നത്. കാരണം എല്ലാവരുടെയും പശ്ചാത്തലം ഒന്നല്ല. ചിലർ ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെടുന്നു, ചിലർ കുറച്ചുകൂടെ കഴിഞ്ഞ് രക്ഷിക്കപ്പെടുന്നു, ചിലർ മറ്റ് പശ്ചാത്തലങ്ങളിൽ നിന്ന്, ഹൈന്ദവ പശ്ചാത്തലം, ഇസ്ലാമിക് പശ്ചാത്തലം, കത്തോലിക്ക പശ്ചാത്തലം, മാർത്തോമാ യാക്കോബ പശ്ചാത്തലം, അല്ലെ ജൈന ബൗദ്ധ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ അവരുടെ അനുഭവത്തിന് ചില അന്തരങ്ങൾ ഉണ്ടാകും. എന്നാൽ രക്ഷയുടെ അനുഭവത്തിൽ വരുന്ന ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലും അവർ ദൈവമക്കൾ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. ദൈവമക്കളായതുകൊണ്ട് അവർ അവകാശികൾ എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാകും. മുന്നോട്ട് നാം വായിക്കുന്ന റോമാലേഖനം 8:17 ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. അപ്പൊ അങ്ങനെ അവകാശികൾ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്ന അടുത്ത കാര്യമാണ്, നമ്മൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. കാരണം ദൈവാത്മാവ് നമ്മളെ എടുത്ത് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചു കഴിയുമ്പോൾ നാം ദൈവമക്കളായി തീരും, ആ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരും. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ ആയിത്തീരുന്നത്. മുന്നോട്ട് നാം കാണുന്നത്, നാം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവനോടുകൂടെ തേജസ്കരിക്കുകയും ചെയ്യും. ഇവിടെ ദൈവവചനം ഓർപ്പിക്കുന്നത്, ക്രിസ്തു യേശുവുമായിട്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചു, അവകാശിയായി, ദൈവത്തിന്റെ അവകാശിയായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി. അതോടെ ഇനി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും എന്നാരും ചിന്തിക്കരുത്. കർത്താവിൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കൂട്ടവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമെന്നല്ല, കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നാം മറക്കാൻ പാടില്ലാത്തത്, ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച് ഈ ലോകത്തിൽ വന്നപ്പോൾ അത് മർത്യ ശരീരമായിരുന്നു. എൻ്റെ നിങ്ങളെ പോലുള്ള മർത്യ ശരീരമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരുന്നു. ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് കർത്താവ് ഒരിക്കലും മതിലുകളിൽ കൂടെ കടന്നുപോയതായിട്ട് നാം കാണുന്നില്ല. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ക്ലോസ്ഡ് റൂമിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. സോ റോമാലേഖനം 8:17 ഇതേ ആശയത്തിന്റെ മറ്റൊരു വശം നമ്മളെ ഓർപ്പിക്കുന്നത്, രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ നാം ദൈവത്തിന്റെ അവകാശികളാണ് എന്നുള്ള കോൺഫിഡൻസ് വരും. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടെ എന്നാൽ കൂട്ടവകാശികളായതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നതിന്റെ കാരണം കൊണ്ട് നാം ക്രിസ്തുവിന്റെ കൂടെ തേജസ്കരിക്കപ്പെടും. ദൈവവചനം ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 6:12 നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം വരണം. എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. എബ്രായ ലേഖനം 6:12 ഓർപ്പിക്കുന്നത്, നിങ്ങൾ മാന്യമുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരെ
അനുകരിക്കുന്നവർ ആകേണ്ടതിനത്രേ. ന്യായപ്രമാണത്തിനെ അനുകരിക്കുന്നവരല്ല, വാഗ്ദത്തങ്ങളെ അനുകരിക്കുന്നവർ ആയിത്തീരണം എന്ന് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഇതോടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം സെക്ഷൻ അവസാനിക്കുകയാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ സെക്ഷൻ, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ സെക്ഷൻ 19 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19 തൊട്ട് 25 ഈ അധ്യായത്തിന്റെ 5-ാമത്തെ സെക്ഷനാണ്. ഈ 5-ാമത്തെ സെക്ഷനിൽ നാം പിന്നെയും ന്യായപ്രമാണത്തെക്കുറിച്ച് ഒരു വിശദീകരണം കാണുന്നു. ദൈവവചനം എവിടെ പഠിപ്പിച്ചാലും, എത്ര വ്യക്തമായിട്ട് പഠിപ്പിച്ചാലും, അതിന്റെ വിഭിന്ന വശങ്ങളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഗലാത്യയിൽ ഇതായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് വിശ്വാസികൾ ചോദിച്ച എല്ലാ വശങ്ങളെക്കുറിച്ചും ദൈവാത്മാവ് ഇവിടെ തന്റെ വചനം നൽകുന്നുണ്ട്. അപ്പൊ ഈ 9 തൊട്ട് 25 വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ പർപ്പസ്, എന്തിനാ ന്യായപ്രമാണം കൊടുത്തത് എന്ന് പിന്നെയും ദൈവാത്മാവ് വ്യക്തമാക്കുന്നു. ഇതിനു മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്, പിന്നെയും ദൈവാത്മാവ് വ്യക്തമാക്കുന്നു. ഇന്ന് ഈ കോൺഗ്രിഗേഷനിലുള്ള സഹോദര സഹോദരിമാരിൽ പലർ ബൈബിൾ ടീച്ചേഴ്സ് ആണ്. അവരെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനം എവിടെ പഠിപ്പിക്കുന്നു അവിടെ എല്ലാ ആളുകൾ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞ വിഷയങ്ങളാണെങ്കിൽ പോലും തിരിച്ചും മറിച്ചും ചോദിക്കും. അത് മനുഷ്യ സഹജമായ കാര്യമാണ്. അതിൻ്റെ കൂടെ പാപ സ്വഭാവം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം പിന്നെയും ചോദിക്കുന്നു എന്ന് വ്യക്തമാകും. പറഞ്ഞ കാര്യം പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ഷമയോടെ, കോപിക്കാതെ, ഇറിറ്റേറ്റ് ആകാതെ നാം ആ വിഷയം പറഞ്ഞു കൊടുക്കണം എന്ന് ഇവിടുള്ള എല്ലാ ബൈബിൾ ടീച്ചിങ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിന് കാരണമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് കോപിക്കുന്ന പല ബൈബിൾ ടീച്ചേഴ്സ് നമ്മുടെ മധ്യേ ഉണ്ട്, പലരുണ്ട്. അതിന്റെ കാരണം കൊണ്ട് അവർ പഠിപ്പിക്കുന്നത് വളരെ നല്ല ടീച്ചിങ് ആണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും മൗനം ദീക്ഷിക്കുകയാണ്. ഇറിറ്റേറ്റ് ചെയ്യുന്നവരോ മിണ്ടത്തില്ല. എന്നാൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ അത് ആ ബൈബിൾ ടീച്ചറിന്റെ ഒരു വിജയമല്ല, പരാജയമാണ്. കാരണം ബൈബിൾ ടീച്ചറിനെ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവവചനം എല്ലാവരെയും ഡീറ്റെയിൽഡ് ആയിട്ടും വ്യക്തമായിട്ടും പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റുള്ള എല്ലാ സഹോദര സഹോദരിമാരെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ക്ഷമയോടെ, ദീർഘക്ഷമയോടെ ദൈവജനത്തെ പഠിപ്പിക്കണം. ഇവിടെ ഒഫീഷ്യലി ബൈബിൾ ടീച്ചേഴ്സ് അല്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവരും സഹോദര സഹോദരിമാരോട്, പ്രത്യേകിച്ച് സഭയിൽ സംസാരിക്കുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചെന്നിരിക്കും. ഇറിറ്റേറ്റ് ആകരുത്. ദൈവവചനം നമ്മൾക്ക് തരുന്ന മാതൃക അതല്ല. ദൈവവചനം തരുന്ന മാതൃക എന്ന് പറഞ്ഞാൽ സത്യം അറിയുവാൻ അന്വേഷിക്കുന്ന വ്യക്തികൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും അതിന് മറുപടി പറയണം എന്ന് മാത്രമല്ല, സത്യത്തെ എതിർക്കുവാൻ വേണ്ടി ആരെങ്കിലും ചോദിച്ചാലും മറുപടി പറയണം. ഇറിറ്റേറ്റ് ആകരുത്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നു പോകുന്നതായിരിക്കും. ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് ശരിയാകത്തില്ല. സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാം.